ഞാനാണെങ്കിൽ ഇല്ലീഗലായിട്ട് ജനിച്ചാണ്. നേരത്തെ എന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലീഗലായിട്ട് ജനിച്ചാണ്. ഉമ്മ ഒരു പ്രണയത്തിലൂടെ പഴച്ചു വരുന്നതാണ് എന്നെ. എന്റെ വീട്ടിലൊരു ഇൻസിഡന്റ് ഉണ്ടാവാണ്. ഉമ്മ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇക്ക കയറി വരികയും അങ്ങനെ ആ കയറി വരുന്ന ആ ഒരു വ്യക്തിയെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കുകയും അത് വീടിൻ്റെ ഉള്ളിൽ ബഹളാവുകയും ചെയ്തു. അന്ന് അവൻ ആ വന്ന് കയറിയ വ്യക്തിയല്ല തല്ലിയത്. അവൻ ആ കിടന്നുകൊണ്ടിരിക്കുന്ന ആ കിടന്നുറങ്ങുന്ന എന്റെ ദേഹത്ത് വന്നിട്ട് 4-5 ചവിട്ട് എന്റെ നെഞ്ചത്തും പുറത്തുമായിട്ട്. സ്വന്തം ഉമ്മ പിഴച്ചവളാണെന്ന് അറിയുന്ന ഒരു മകന്റെ അവസ്ഥ, അതും ആ മകൻ പിഴച്ചു പെറ്റതാണെന്ന് അറിയുന്ന ആ മകന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ, ഈ പയ്യന്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുവാടാ ഇത് എന്നാണ് ഞാൻ ആലോചിച്ചത്. അവന്റെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം അമ്മ പിഴച്ചവളാണെങ്കിൽ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ സൊസൈറ്റിയിൽ നിന്നും ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങളും പരിഹാസങ്ങളും കളിയാക്കലും പുച്ഛവും അവഗണനയും എല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദിത്യൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ആ പയ്യന്റെ ജീവിതമാണ് അവൻ പറയുന്നത്. ആദിത്യൻ ജനിക്കുന്നത് പിഴച്ചാണ് ജനിക്കുന്നത്. പിഴച്ചു പെറ്റ മകൻ, അതാണ് ആദിത്യൻ. അത് അവൻ തന്നെ തുറന്നു പറയുന്നു. അവനത് തുറന്നു പറയാൻ കാണിച്ച ആ ഒരു മനസ്സെന്താണെന്ന് എനിക്കും പിടികിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ വന്നിരുന്നത് പറയുന്നു എന്നും എനിക്ക് പിടികിട്ടുന്നില്ല. ഒരുപക്ഷെ ആരോടും തന്റെ വിഷമം പറയാനും ഇനി ആരും തനിക്കില്ലാത്തത് കൊണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആദിത്യന്റെ ജീവിതത്തിലോട്ട് നമുക്ക് വരികയാണെങ്കിൽ, ആദിത്യന്റെ അമ്മയ്ക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവിൽ 2-3 മക്കളുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് ഇവരെ ഇട്ടിട്ട് പോയി, വേറെ എവിടെയോ പോയി അങ്ങേര് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ച സമയത്ത് ഈ സ്ത്രീക്ക് മറ്റൊരു പുരുഷനിൽ ബന്ധമുണ്ടായ സമയത്ത് ഉണ്ടായതാണ് ആദിത്യൻ. എന്നാൽ ആദിത്യനെ ഗർഭിണിയായ സമയത്ത് ആദിത്യന്റെ അമ്മയെ ഇട്ടേച്ച് അദ്ദേഹവും പോയി, വേറെ കല്യാണമൊക്കെ കഴിച്ച് അങ്ങേരെ കാര്യം നോക്കിപ്പോയി. അങ്ങേരെ കാര്യം നോക്കിപ്പോയപ്പോൾ ആദിത്യന് ജന്മം നൽകിയപ്പോൾ ആദ്യത്തെ ഭർത്താവിൽ ഉണ്ടായിരുന്ന മക്കൾ വേറെ സൈഡിൽ, പിഴച്ചുണ്ടായ ആദിത്യന് ഇപ്പുറത്തെ സൈഡിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടായി. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആദിത്യന്റെ അമ്മയുടെ ആദ്യ ഭർത്താവ് തിരിച്ചു വന്ന് അവരോടൊപ്പം ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആദിത്യനെ മാത്രം വോട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ തിരിഞ്ഞു നോക്കാതെയായി. അവിടെ ഒരു റൂമിൽ അടച്ചിട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാരും കൂടി ഇഷ്ടത്തിന് കറങ്ങാൻ പോവുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഇത് ഏത് പയ്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരിയുടെ മകൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഒഴിയുന്നത്. ഒരു ബാധ്യതയായി പിഴച്ചുണ്ടായ ഒരു മകൻ എന്നുള്ള പേരും ആദിത്യന് ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കാലം മാറി, കാലം വളർന്നു, ആദിത്യൻ വളർന്നു, വലുതായി ഒരു വലിയ യുവാവായ സമയത്തും ആദിത്യന്റെ അമ്മയുടെ ആദ്യ ഭർത്താവിലുണ്ടായ മക്കളെല്ലാവരും എന്തായാലും സഹോദരനാണല്ലോ ആദിത്യന്. അങ്ങനെ അതിൽ മൂത്ത ജ്യേഷ്ഠന് കല്യാണം കഴിയുകയാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യയിൽ നിന്നും ഒരുപാട് പരിഹാസങ്ങളും ആട്ടും തുപ്പും ഒക്കെ ആദിത്യൻ കേട്ടിട്ടുണ്ടെന്നാണ് ആദിത്യൻ പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ആദിത്യൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ചേട്ടൻ എന്ന് പറയുന്ന ആളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ചേട്ടൻ അനിയൻ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഇതൊരിക്കലും പുറലോകത്ത് ഞാനോ അവരോ അറിയിച്ചിരുന്നില്ല. ഞങ്ങൾ 2 തന്തയുടെ മക്കളാണെന്ന് പലർക്കും അറിയില്ല. വീട്ടിൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് വീടിൻ്റെ ഗതി മൊത്തത്തിൽ അങ്ങ് മാറുന്നത്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, പേര് മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അവർ പേര് മെൻഷൻ ചെയ്യേണ്ട കാര്യം, പേരെന്തായാലും ഞാൻ എൻ്റെ ചേട്ടൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ചേട്ടൻ കല്യാണം കഴിഞ്ഞ് വന്ന് ആ സമയത്ത് ഈ പുള്ളിക്കാരോട് ചേട്ടൻ പറഞ്ഞു, ഞാനിവരെ എന്താ പറയുക, ഞാൻ ഒരു സ്വന്തം ബ്രദറല്ല, വേറെ തന്തയിലുണ്ടായെന്ന് പറഞ്ഞു. അന്ന് മുതലേ ആ ചേട്ടൻ്റെ ഭാര്യ ആ ഒരു രീതിയിൽ എന്നോട് പെരുമാറുകയും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ നിരന്തരം, നീ എന്തിനാ അവിടെ നിൽക്കുന്ന, നീ ഇവർ തന്തയുടെ മകനല്ല, നീ ഇറങ്ങിപ്പോ, നീ ഇവർ താളല്ല എന്നുള്ള നിരന്തരം അവരെന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഞാൻ നാട്ടുകാരെ മുന്നിൽ ചിരിച്ചു, എല്ലാവരും മുന്നിൽ ചിരിച്ച് കളിച്ച് നിന്നു. എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും ഒരു ടൈം വരുമ്പം ഇവരെന്നെ പുറത്താക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായി. പിന്നെ അമ്മയാണെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിനാണ് എപ്പോഴും ജീവിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ 3 മക്കളെ കുറിച്ചും അവർ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ട് അമ്മയുടെ കാര്യം പറയുന്നില്ല. അപ്പോൾ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ആൾ കുറേ, അതായത് കൊച്ചിലെ അങ്ങനെ ആയി, ഞാൻ യാദൃശ്ചികമായിട്ട് അവരുടെ ലൈഫിലോട്ട് വന്നു. അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനാണോ തെറ്റിയത്? എന്നോട് കൊച്ചിലെ മുതൽ വെറുപ്പാണ്. അത് കഴിഞ്ഞ് വലുതായപ്പോൾ ഞാൻ കുറേ വലുതാകുമ്പോൾ ആ ഒരു വെറുപ്പിൻ്റെ ഇതൊക്കെ മാറി ഒരു അനിയനുള്ള സ്നേഹം എന്നോട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല. എൻ്റെ വീട്ടിൽ ഒരു ദിവസം നൈറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ കിടന്നുറങ്ങുന്ന എൻ്റെ ദേഹത്ത് കാലുകൊണ്ട് ചവിട്ടിയിട്ട് ചേട്ടൻ പറയാണ്, ഒരു നാശത്തിന് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലേ, ഇത് തന്നെ നാണക്കേടാണ്, ഒരു നാശത്തിന് ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഉറങ്ങി കിടക്കുന്ന എൻ്റെ ദേഹത്ത് കാലുകൊണ്ട് ചവിട്ടിയിട്ട് പറയാണ്, ഒരു നാശത്തിന് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലേ, അങ്ങനെയാണ്, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ സംസാരിച്ചു. അന്നെനിക്ക് മനസ്സിലായി ഒരിക്കലും അവനിക്ക് ഒരു അനിയനായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നെനിക്ക്. ഇവിടെ ആദ്യത്തിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറം കിടന്നപ്പോൾ ഇങ്ങനെ ചവിട്ടി അനിയനാ ചാട്ടണമെന്ന് ഒന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു. തിരിച്ചു അങ്ങ് ചവിട്ടി കയറ്റി കൊടുത്താൽ മതിയെന്ന്. ഇത്രയും തണ്ടും തടി ആരോഗ്യമില്ലേ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഞാനായിരുന്നു ആദ്യത്തിന്റെ സ്ഥാനത്ത് അതേ ചെയ്യത്തുള്ളൂ. എൻ്റെ ദേഹത്ത് കൈ വെച്ചാൽ സ്വന്തം അപ്പനും അമ്മയും ഒഴികെ ഏവൻ കൈ വെച്ചാലും ഞാൻ തിരിച്ചടിക്കും. എൻ്റെ അപ്പനും അമ്മയ്ക്ക് മാത്രമേ എന്നെ അടിക്കാനുള്ള റൈറ്റ്സ് ഉള്ളൂ. അല്ലാണ്ട് വേറെ ആര് കൈ വെച്ചാലും ഞാൻ അടിക്കും, അല്ലെങ്കിൽ തടുക്കെങ്കിലും ചെയ്യും, ഇതേതെങ്കിലുമൊക്കെ ചെയ്യും. സഹോദരനാണെങ്കിൽ ഞാൻ തടുക്കും, പിന്നെ ഉന്തു തള്ളുമൊക്കെ ആവും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും നോക്കത്തില്ല, അത് വേറെ കാര്യം. ഓക്കെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം.
ജനിച്ച അന്നു മുതൽ പിഴച്ചു പെറ്റവൻ പിഴച്ചുണ്ടായവൻ എന്ന് കേൾക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് ഈ ആദിത്യന്റെ അവസ്ഥ. ഇത്രയും ക്രൂരതകൾ ആ വീട്ടിൽ നിന്നും അവൻ ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരുന്നു. പുച്ഛവും പരിഹാസം സ്വന്തം വീട്ടിൽ നിന്നും ആരും അംഗീകരിക്കുന്നില്ല. ആ ഒരു അവസ്ഥ, ആ ഒരു മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ എങ്ങനെയോ ആദിത്യന് ഒരു കല്യാണവും കഴിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഗൾഫ് രാജ്യത്തിൽ പോയിട്ട് അവിടെ പോയി കുറച്ച് പണിയെടുത്ത് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടായിട്ടാണ് ഒരു കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച ആ പെണ്ണും ഇട്ടിട്ട് പോയി. അവസാനം ആ പെണ്ണിനും വേണ്ടാത്തൊരവസ്ഥയായി. മൊത്തത്തിൽ അടപടലം, ആർക്കും വേണ്ടാത്ത ഒരു ജന്മമായി ആദിത്യന്റെ ജീവിതം മാറുകയാണ്. ആദിത്യം പറയുന്ന ബാക്കി കേട്ട് നോക്കാം. അതായത് ഞാൻ നിക്കാഹ് കഴിച്ച പെൺകുച്ച് അവളെ വീട്ടിൽ പോയപ്പം അവർ പറഞ്ഞു തന്തയുടെ സ്ഥാനത്ത് ഒരാൾ നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. അവിടെ എനിക്ക് ഭയങ്കര ഷോക്കായിട്ടുള്ള സംഭവമുണ്ട്. അതായത് തന്തയുടെ സ്ഥാനത്ത് ഒരാൾ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ നിന്നില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ നശിച്ചു കാണുന്ന ആഗ്രഹിച്ച അവനാണ്. അവനും അവൻ്റെ ഭാര്യയും കൂടി വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് എങ്ങനെ എന്നെ അവിടുന്ന് പുറത്താക്കി ഓടിക്കാം, എങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലാതാക്കാമെന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അത് അങ്ങനെ ഞാൻ നിക്കാഹ് വെച്ച പെണ്ണിനോട് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞു, ഇവൻ വേറെ തന്തയുടെ മകനാണ്, ഇവനിക്കുള്ളതല്ല, ഈ വീട് ഒന്നും ഇവനിക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പാര വെച്ച് അവളെ വീട്ടിലോട്ട് അയച്ചു. അപ്പോൾ അവർ ഒരുപാട് നാൾ ആലോചിച്ച് തീരുമാനിച്ച് എക്സിക്യൂട്ടീവ് ചെയ്തൊരു സംഭവമാണത്. അതൊക്കെ ഞാൻ വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. ആ സമയത്ത് ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ എൻ്റെ തന്തയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന വിളിച്ചിട്ട് അവൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല എന്നുള്ളതല്ല, അവന് ഒരു രീതിയിൽ മൈൻഡേ ചെയ്തില്ല. പിന്നെ എനിക്ക് പ്രതീക്ഷ അളിയനിലായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു. അയാൾ കൊച്ചിലെ മുതൽ എന്താ പറയുക, എനിക്ക് ഒരുപാട് ഉടുപ്പുകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണ് കൊണ്ടു തരുമായിരുന്നു. അപ്പോൾ അയാളോട് എനിക്കൊരു അപ്പൻ എന്ന് പറയുന്നൊരു സ്നേഹം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ചേച്ചി നമ്മൾ ഏകദേശം 10 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു തന്തയുടെ ഒരു ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങേര് പോലും ആ സമയത്ത് എന്നെ കൈവിട്ടു. എല്ലാവരും കൈവിട്ടു. ഞാൻ ആദ്യം മുതലേ അപ്പനില്ല, അമ്മയാണെങ്കിൽ അവരിഷ്ടം നോക്കി പോകുന്നു, പിന്നെ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ, ചേച്ചി മാത്രമേ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുടുംബമൊക്കെ ആയാൽ എൻ്റെ വർഷങ്ങളുള്ള ആഗ്രഹമായിരുന്നു, കൊച്ചിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു. എനിക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവന് കൊടുക്കണം, ഒരു അപ്പൻ്റെ സ്നേഹം കൊടുക്കണം, വാത്സല്യം കൊടുക്കണം, ഒരു നല്ലൊരു പവറായിട്ട് അവനെ വളർത്തണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ നേരത്തെ ഒരു 10, 18, 19, 20 വയസ്സിൽ ഞാൻ മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ നിക്കാഹ് കഴിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു സ്വപ്നങ്ങളും ആ ഒരു പ്രതീക്ഷകളും അവരാ സ്വത്തിന് വേണ്ടി, ആ വീടിന് വേണ്ടി അവരതില്ലാതാക്കി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ കടന്നുപോയി, ജനിച്ച് ഇത്രയും വർഷങ്ങൾ, എന്നിട്ടും തൻ്റെ വിഷമങ്ങളോ സന്തോഷമോ ഒന്നും പറയാൻ ഒരു ആള് പോലും ജീവിതത്തിൽ ഇല്ലാതെ പോയ ഒരു അവസ്ഥ. അത് സ്വന്തം അമ്മയാവട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, ആരുമില്ലാത്തൊരവസ്ഥ, ഏകാന്തത അനുഭവപ്പെടുന്ന അവസ്ഥ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് ഒരു പെണ്ണിനെ കെട്ടാമെന്ന് വിചാരിച്ചപ്പോൾ കെട്ടിയ പെണ്ണിനെ ഓടിച്ചു വിടുന്ന ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, സ്വന്തം ചേട്ടനൊന്നുമല്ല എങ്കിലും ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, വല്ലാത്തൊരവസ്ഥ. മാനസികാവസ്ഥ നമുക്ക് പറയാതെ തന്നെ മനസ്സിലാവും. ഇനി ആദ്യത്തെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവളെ ഏത് രീതിയിൽ എന്നെ മെന്റലി തകർത്ത് ആ വീട്ടിൽ നിന്ന് പുറത്താക്കാന്നായിരുന്നു ഇവളെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഇവള് പിന്നെ പോകെ ഇവള് വേറൊരു കാര്യം എടുത്തു. അതായത് നീ തന്തയുടെ മകനല്ലോ, നീ ഇവിടെ ഇറങ്ങിപ്പോ, നിനക്കൂടെ എന്താ സ്ഥാനം, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നിരന്തരം ടോർച്ചറായിരുന്നു. ഒരു ദിവസം ഇല്ലാതെ ഇവള് നിരന്തരം ടോർച്ചർ ചെയ്യായിരുന്നു. മെന്റൽ ടോർച്ചറിങ്, ഹറാസ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറിയ ചെറുക്കനാണ്, ഇവരൊക്കെ എത്ര പ്രായത്തിന് ഇളയതാണ്. എന്നിട്ട് അവർ നിരന്തരം മെന്റൽ ടോർച്ചറിങ് ആ ലേഡി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവർക്ക് കുഞ്ഞുങ്ങളായിട്ട് 7ാം മാസത്തിലാണ് ഇവർ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. 10 മാസം പോലും തികഞ്ഞില്ല. ആ കുഞ്ഞിന് ഒരു ട്യൂബിന്റെ ഉള്ളിലൊക്കെ ഇട്ടേച്ച് ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇവരെ 3 മക്കളെയും 3 മക്കളെ ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 മക്കളെയും എൻ്റെ ഈ നെഞ്ചത്തിട്ട് ഞാൻ താരാട്ട് പാടിയ എത്രയോ വർഷങ്ങളോളം ഞാൻ ഓർക്കുന്നത്. അവർക്ക് ഒരു 6-7 വയസ്സ് വരെ ഞാൻ എൻ്റെ നെഞ്ചത്തിട്ട് വളർത്ത് കുഞ്ഞുങ്ങൾ അവര്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾ ഒരു ദിവസം ഈ മൂത്ത കൊച്ചു എൻ്റെ മടി വന്നിരുന്ന സമയത്ത് ഇവള് പറയാ, അന്യന്റെ മടിയിലൊന്നും പോയി ഇരിക്കരുത്, വല്ലതും ചെയ്യും, ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഞാൻ എൻ്റെ മാറത്ത് കിടന്ന് വളർന്ന കുഞ്ഞുങ്ങളോട് പറയാണ്, അന്യന്റെ മടിയിലൊന്നും പോയി ഇരിക്കരുത് എന്ന്. ആ കുഞ്ഞിനെ അവള് ചെവി പിടിച്ച് എൻ്റെ മടിയിൽ ഇരുന്ന കുഞ്ഞിനെ എണീറ്റ് അവർ കൊണ്ടുപോയി. കാരണം അവർക്കറിയാം അത് മെന്റലി തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു പെണ്ണുപിടി എന്നുള്ള രീതിയിൽ ആ കുഞ്ഞിനോട് പറഞ്ഞവൾ മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങളെല്ലാം എനിക്കും എൻ്റെ തള്ളയ്ക്കും എഗെയിൻസ്റ്റ് ആക്കിയ രീതിയിൽ അവൾ മാറ്റി. അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിന്റെ കൂടെ കീറിപ്പോയത്. കാരണം എൻ്റെ നെഞ്ചിൽ ഞാൻ താരാട്ട് പാടി ഉറക്കിയ കുട്ടികളാ ആ 3 പിള്ളേർ. ഇതിനു മുന്നേയും ആ സ്ത്രീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആദിത്യനെ അവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും മാനസികമായിട്ട് അധികം തളർത്തിയില്ലെങ്കിലും ഈ കുട്ടികളെ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ആദിത്യനെ ഒരുപാട് മാനസികമായി തളർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. വളരെ തന്തയില്ലാത്ത വർത്തമാനങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. വളരെ മോശം, ഇങ്ങനെയൊന്നും ആകരുത്. സത്യം അതെനിക്ക് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി. ആദിത്യം പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോയിട്ടുള്ളത്. ലൈഫിൽ എൻ്റെ വീട്ടിലൊരു ഇൻസിഡന്റ് ഉണ്ടാവണം. ഉമ്മ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി വരികയും അങ്ങനെ ആ കയറി വരുന്ന ആ ഒരു വ്യക്തിയെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കുകയും അത് വീടിൻ്റെ ഉള്ളിൽ ബഹളാവും ചെയ്തു. അന്ന് അവൻ ആ വന്ന് കയറിയ വ്യക്തിയല്ല തല്ലിയത്. അവൻ ആ കിടന്നുകൊണ്ടിരിക്കുന്ന കിടന്നുറങ്ങുന്ന എൻ്റെ ദേഹത്ത് വന്നിട്ട് 4-5 ചവിട്ട് എൻ്റെ നെഞ്ചത്തും പുറത്തുമായിട്ട് അവൻ ചവിട്ടി.
അവൻ ചിന്തിക്കണം, ഈ തള്ള തെറ്റ് ചെയ്യുന്നതിന് അവനെക്കാട്ടും കൂടുതൽ ഈ വീട്ടിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാ. ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ തള്ള ഞാൻ ഈ സമൂഹത്തോടല്ലേ പള്ളിക്കാരോട് ഇത് പറയുമെന്ന് പറയുമ്പോൾ ഈ തള്ള പറയും ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്താളെന്ന് പറയും. ഞാൻ ആത്മഹത്യ ചെയ്താളും, നീ ആരോടെങ്കിലും ഇത് വെളിയിൽ പറയാൻ ഞാൻ ആത്മഹത്യ ചെയ്താളും, എനിക്ക് ഇങ്ങനെ ഇല്ലാതെ പറ്റത്തില്ലെന്ന്. അങ്ങനെ ചെയ്യല്ലെന്ന് അവരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു. എനിക്കൊരു ജീവിതമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ മക്കളാ, നാട്ടുകാരെ മുന്നിൽ ഞങ്ങളോട് പറയപ്പെടുന്ന ഈ തള്ളയുടെ കാല് ഞാൻ പിടിച്ചു. ആ തള്ള കേട്ടില്ല. പക്ഷെ അന്ന് ഈ ഇക്കാന്ന് പറയുന്നവൻ ഈ മൈരം മനസ്സിലാക്കിയില്ല. അവനെക്കാട്ടും കൂടുതൽ അനുഭവിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. കാരണം കുഞ്ഞിലെ മുതൽ ഏറ്റവും കൂടുതൽ ഇവർ കൂടെ ഉണ്ടായിരുന്ന ഞാനാ. അവനൊക്കെ ഗൾഫിലായിരുന്നു, ഇത്ര കല്യാണം കഴിഞ്ഞു പോയി. ഞാനാണ് അവിടെ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവും മനസ്സിലാക്കി. ആദിത്യൻ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തം അലങ്കോലമായ ഒരു കുടുംബം തന്നെയാണ് ആദിത്യന്റെ കുടുംബം. ആരുമില്ല, സ്വന്തം അമ്മയില്ല, ആരുമില്ല, ഭാര്യയും പോയി, എല്ലാം പോയി, ചോദിക്കാനും പറയാനും ആരുമില്ല, വിഷമം പറയാനും ആരുമില്ല, ഒന്നിനും ആരുമില്ലാത്തൊരു അവസ്ഥയാണ്. ഇതിപ്പോൾ ആദിത്യന്റെ ഭാഗം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഭാഗം കേൾക്കുമ്പോൾ തന്നെ ആ കുടുംബം ഒരു ഫ്ലോപ്പ് കുടുംബമാണ്, അല്ലെങ്കിൽ ഒരു നാറിയ കുടുംബമാണ്, അപരാധം പിടിച്ച കുടുംബമാണെന്നാണ് വ്യക്തമാകുന്നത്. ഇനി ആദിത്യൻ പറയുന്നതല്ല വാസ്തവം എന്നെന്തെങ്കിലും മറ്റൊരു പുറമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ആദിത്യന്റെ ചാനലിൽ വേറെ കുറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വലിയ ഓട്ടോയിലായിരുന്നു. എന്നാൽ ഈ കുടുംബ പ്രശ്നം പറഞ്ഞു തുടങ്ങിയപ്പോൾ അത്യാവശ്യം റീച്ചിലോട്ട് കയറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി റീച്ചിന് വേണ്ടിയിട്ടാണോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് അറിയില്ല. എന്തായാലും ആദിത്യൻ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ആദിത്യൻ കടന്നു പോയിട്ടുള്ളത്. അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അത്രയും മാനസികമായിട്ട് തളർന്ന ഒരു അവസ്ഥയാണ് ആദിത്യനിൽ നിന്നും പറയുന്ന വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. ഇങ്ങനത്തെ അനുഭവം ഒരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. എനിക്ക് ഓരോ സ്ത്രീകളടുത്തും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മറ്റേ പരിപാടി കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനെ പിഴച്ചു പെറ്റുണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങ് പോകും. പിന്നെ മക്കളുടെ ജീവിതം അവരാണ് സമൂഹത്തിന്റെ മുന്നിലും വീടിനുള്ളിലും ഒക്കെ ആട്ടും തുപ്പും ചവിട്ടും അവഗണനയും ഏറ്റുവാങ്ങേണ്ടത്, നിങ്ങൾ ആരുമല്ല. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ആദിത്യൻ പറയുന്ന സത്യമാണെങ്കിൽ ഇതുപോലത്തെ ഒരു തള്ള ഒരു മക്കൾക്കും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.